അപ്പൊ ഈ പോലീസിന്റെ ശ്രദ്ധ ഈ ആദ്യത്തെ ആളിലേക്ക് പോയി. അപ്പൊ രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ കാണുന്നത് ഈ ഇതൊക്കെ ഇവര് കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ല ഇവർക്ക് വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ള ഫോണും ക്യാമറകളും ഒക്കെ ആണല്ലോ ഈ അവിടെ നിന്ന ആളുകൾ. ശരി ശരി. ഈ അതായത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പൊ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. മന്ത്രിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, ഓർത്തെടുത്ത് പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാണാതെ പഠിച്ചിട്ട് വന്നിട്ടും യാതൊരു ലക്ഷ്യമില്ല. ഇതിനാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശവൻകുട്ടി എണ്ണാൻ വേണ്ടത്. മുക്കി മൂളി എങ്ങനെയൊക്കെ പറഞ്ഞോളൂ. എന്നിരുന്നാലും അതിലും ഇത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ആൾ അകത്തേക്ക് വന്ന് എന്റെയും ആ വനിതാ പോലീസുകാരുടെയും അടുത്തേക്ക്, വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വരുന്നത് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കുതിച്ചെത്തുന്നുണ്ട്, പോലീസ് വലയം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണുന്നത് മന്ത്രി വളരെ പ്രകോപിതയായി ഈ സമരക്കാരോട് അങ്ങോട്ട് അഗ്രസീവായി നിൽക്കുന്നത്. അത് ട്രിഗർ ചെയ്തത് അതിന് പ്രകോപനമായി വന്നാണ് പോലീസിന് തന്നെ മന്ത്രിയെ നിയന്ത്രിക്കേണ്ടി വന്നു. അതല്ല, എന്റെ ശരീരം നൊന്തു. എൻ്റെ ശരീരം നൊന്തു, അതിനോടുള്ള പ്രതികരണമാണ് എന്ന് പറയുന്നു. ഇത്ര തന്മയത്വമായിട്ട് കള്ളം പറയാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇനി കുറച്ചു കാലം കൂടെ ഈ പെടലിക്കുള്ള സാമാനം ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. അഭിനയം കലക്കി അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. അടുത്ത വർഷം ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും നമുക്ക് സംഘടിപ്പിക്കാം. പക്ഷേ ഭരണം മാറി വന്നാൽ ആ അവാർഡ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. വരട്ടെ.